നമ്മളൊരു സാഹചര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പരാജയം വന്നു എന്ന് വെച്ചു. ഉദാഹരണമായിട്ട് പരീക്ഷ എഴുതുമ്പോൾ ശരിക്കും എഴുതാൻ പറ്റിയില്ല, നമ്മൾ പരാജയം സംഭവിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോയിട്ട് നമുക്കത് ശരിയായി അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചു എന്ന് വിചാരിച്ച് അത് നമ്മൾ ആ സിറ്റുവേഷനിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാണ്, ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതല്ലാണ്ട് അതാണ് എൻ്റെ ജീവിതം, അതെൻ്റെ വ്യക്തിത്വത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ് എന്നും പറഞ്ഞ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഇത് അനുഭവം കൊണ്ടാണ്. എനിക്ക് പല പിള്ളേരും കേട്ടിട്ടുണ്ട്, സമയം തികഞ്ഞില്ല, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യനായിരുന്നു. ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക, +2-ൻ്റെ 10ലേക്ക് നടന്നില്ലേ, അപ്പം പിള്ളേർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യനാണ്, അറിയോ അറിയായികയോ എന്തുമാകട്ടെ, അത് ചിലപ്പോൾ ചുമ്മാ പറയുന്നതായിരിക്കും. നമ്മൾ ആ കഴിഞ്ഞു പോയി അതിനെ മാത്രം ചിന്തിച്ചാൽ മതി, അതിനെ അങ്ങ് വിട്ടേക്കുക. ഈ വരാനുള്ളതിനെ നോക്കുക, വരാനുള്ളത് രക്ഷപ്പെടാൻ ശ്രമിക്കുക. എൻ്റെ മോനോട് ഞാനിത് തന്നെ പറഞ്ഞു കൊടുത്തു. എന്നാലും അവൻ പറയാം, അറിയാവുന്ന ക്വസ്റ്റ്യനായിരുന്നു, എഴുതിയില്ല. സാരമില്ല, സമയം തികഞ്ഞില്ല, സാരമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവന്ന് വെച്ച് വീട്ടിൽ വെച്ച് വന്ന് നോട്ടോട് നോട്ടാണ് കഴിഞ്ഞു പോയ പരീക്ഷയുടെ. എന്തിനാണ് നോക്കുന്നത്? ഒരു പ്രയോജനമില്ല. നമുക്ക് ചുമ്മാ മനസ്സിൽ ടെൻഷൻ, ആടിയോ അത് തെറ്റിപ്പോയി ഇത് തെറ്റിപ്പോയിന്ന്. വരുന്ന റിസൾട്ടിനെ പ്രതീക്ഷിച്ചിരിക്കുക, അത്രമാത്രം. അത് എല്ലാവർക്കും ജീവിതത്തിൽ പാഠകമാണ്, ഇല്ലേ? എല്ലാവർക്കും ഒരു പാഠമായിട്ട് വയ്ക്കാവുന്ന ഒരു കാര്യമാണത്. നമ്മൾ ആവശ്യമില്ലാത്തതിൽ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. കഴിഞ്ഞതിനെ കഴിഞ്ഞു, ആ സിറ്റുവേഷൻ അത് ആ സമയത്ത് മാത്രം. പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അതിനെ കൊണ്ടു നടക്കാണ്ടിരിക്കുക, അതാണ് വേണ്ടത്. ശരിയാണോ ഞാൻ ഈ പറഞ്ഞത്?